കേവലം 15-ാം വയസ്സിൽ ഒരു കമ്പനി ആരംഭിക്കുക. 30 വയസ്സാകുമ്പോഴേക്കും ലോകത്തിലെ ശതകോടീശ്വരന്മാരിൽ ഒരാളായി തീരുക. എന്താ അത്ഭുതം തോന്നുന്നുണ്ടോ? ആശിഷ് ദാക്കർ എന്ന യുവാവിൻ്റെ വിജയകഥ കേൾക്കുമ്പോൾ ബിസിനസ്സിലെ ധാർമ്മികതയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിലെ ഏറ്റവും വലിയ ബിസിനസ് സമുച്ചയം ആയ മാര ഗ്രൂപ്പിൻ്റെ അധിപനാണ് ആശിഷ് ദാക്കർ. 9,000 ജീവനക്കാരും 24 രാജ്യങ്ങളിലേറെ സാന്നിധ്യവും റിയൽ എസ്റ്റേറ്റ്, ടെക്നോളജി, അഗ്രികൾച്ചർ, ഫിനാൻഷ്യൽ സർവീസ്, ഹോട്ടൽ, ന്യൂസ് പേപ്പർ വ്യവസായം ഈ ഗ്രൂപ്പിൻ്റെ സുവർണ കരങ്ങളിൽ എത്തിച്ചേരാത്ത മേഖലകളില്ല എന്ന് ചുരുക്കം. തികച്ചും അനുപമമായ വിജയത്തിൻ്റെ സുവർണ കിരീടം അണിയുമ്പോഴും ആശിഷ് ദാക്കർ പറയുന്നു, വിശ്വസ്തതയും സുതാര്യതയുമാണ് ഒരു മികച്ച ബിസിനസ്സിൻ്റെ ശക്തിയും കരുത്തും. അടച്ചു തീർക്കാനാകാത്ത കടബാധ്യതകളിലേക്ക് ഒരിക്കലും സ്ഥാപനത്തെ കൊണ്ടുചെന്ന് എത്തിക്കരുതേ. ദുരന്തം തുടരെ വേട്ടയാടിയ ഒരു കുടുംബമാണ് ആശിഷിൻ്റേത്. 1980കളിൽ ഇദി അമീൻ എന്ന സ്വേച്ഛാധിപതിയുടെ കിരാത ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയതാണ് ആശിഷ് ദാക്കറെയും കുടുംബവും. ആരാണ് ഈ ഇദി അമീൻ എന്നറിയണ്ടേ? അങ്ങ് ആഫ്രിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഏകാധിപതി, ഉഗാണ്ടയുടെ കശാപ്പുകാരൻ, നരഭോജിയായ ഭരണാധികാരി, മനുഷ്യനെ കൊന്നു തിന്നുന്ന നേതാവ്, അതിനുശേഷം എതിരാളിയുടെ കുടൽമാല പുറത്തെടുത്ത് അത് സ്വന്തം കഴുത്തിലണിഞ്ഞ് നടക്കാനും മടിയില്ലാത്തവൻ. ഇത്തരം വിശേഷണങ്ങൾക്ക് കാലം ചാർത്തി നൽകിയ ഉഗാണ്ടയുടെ ഏകാധിപതിയായിരുന്നു ഇദി അമീൻ. അതുകൊണ്ട് തന്നെയാണ് ആശിഷ് ദാക്കറിൻ്റെ കുടുംബം ജീവൻ പണയം വെച്ച് പലായനം നടത്തിയത്. ഇംഗ്ലണ്ടിലാണ് ആശിഷ് ജനിച്ചത്. ഇദി അമീൻ്റെ കാലശേഷം 1992 അവർ റുവാണ്ടയിൽ തിരിച്ചെത്തി. ഉപജീവനത്തിനായി ചെറിയൊരു ബിസിനസ്സും തുടങ്ങി. എന്നാൽ ദുർവിധി അവരുടെ ജീവിതത്തെ വിട്ടൊഴിഞ്ഞിരുന്നില്ല. 1989 ഏപ്രിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഏപ്രിൽ 7 മുതൽ തുടങ്ങിയ വംശീയ കലാപം ഏതാണ്ട് 4 മാസം നീണ്ടുനിന്നു. 100 ദിവസത്തിനുള്ളിൽ 10 ലക്ഷത്തോളം ജനങ്ങളെ ഹുട്ടു കലാപകാരികൾ കൊന്നൊടുക്കി. കൂർത്തുമൂർത്ത ബയണറ്റിൻ്റെ മുനയിൽ നിന്ന് ഭാഗ്യം കൊണ്ടാണ് ആശിഷും കുടുംബവും രക്ഷപ്പെട്ടത്. ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ദുരന്ത സംഭവങ്ങളിൽ ഒന്നാണ് 1994 റുവാണ്ട കൂട്ടക്കുരുതി. എല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ട് ഓടുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. സഹജീവികളെ ശത്രുക്കളെ പോലെ കരുതി കൊന്നൊടുക്കാൻ പേ പിടിച്ച് ഓടി നടക്കുന്ന ഹൂട്ടു കലാപകാരികളുടെ കണ്ണിൽപ്പെടാതെ ഒരു പഴയ ഹോട്ടലിൻ്റെ പിന്നാമ്പുറത്ത് ഒളിച്ചിരുന്നു ഈ ആശിഷും കുടുംബവും. ആ പ്രദേശമാകെ കലാപകാരികൾ അരിച്ചു പെറുക്കുമ്പോൾ അമർത്തിപ്പിടിച്ച നിലവിളിയുമായി എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് അവരവിടെ പതുങ്ങിയിരുന്നു. 13 വയസ്സ് മാത്രം പ്രായമുള്ള ആശിഷിന് അപ്പോഴും വിശ്വാസമുണ്ടായിരുന്നു, ദൈവം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കാണിച്ചു തരും എന്ന്. ഏറെ പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ നീങ്ങിയ ദിനരാത്രങ്ങൾ. ഒടുവിൽ ആരോ സ്പോൺസർ ചെയ്ത പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനത്തിൽ അഭയാർത്ഥികളായി അവർ വീണ്ടും ഇംഗ്ലണ്ടിലെത്തി. ആഫ്രിക്ക ഉപേക്ഷിക്കാൻ അവർക്ക് ഒരു കാലത്തും ആകുമായിരുന്നില്ല. കലാപം തീർന്നപ്പോൾ കുടുംബം ഉഗാണ്ടയിലേക്ക് തന്നെ തിരിച്ചെത്തിയത് അങ്ങനെയാണ്. മെല്ലെ മെല്ലെ ജീവിതം സാധാരണഗതിയിലായി തുടങ്ങി. ആശിഷ് വിദ്യാഭ്യാസം തുടർന്നു. 15 വയസ്സ് മാത്രം ഉള്ളപ്പോൾ അച്ഛൻ ആശിഷിന് ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്തു. ആ ഇടയ്ക്ക് വീട് സന്ദർശിച്ച ഒരു ബന്ധുവിനോട് തനിക്ക് 2 കമ്പ്യൂട്ടർ ഉണ്ടെന്ന്, അതിലൊന്ന് ന്യായമായ വിലയ്ക്ക് ബന്ധുവിന് തന്നേക്കാമെന്നൊക്കെ അവൻ പറഞ്ഞു. അങ്ങനെ അതിന് $100 വിലയിട്ടു. ആ പണം കൈകളിൽ എത്തിയപ്പോൾ പുതിയൊരു ബിസിനസ് സാധ്യത ആശിഷിൻ്റെ മനസ്സിൽ തെളിഞ്ഞു. തനിക്കൊരു ഇലക്ട്രോണിക് ഷോപ്പ് ഇട്ടു തരണമെന്ന് അവൻ അച്ഛനോട് പറഞ്ഞു. കടമെടുത്ത $6,000 മുതൽ മുടക്കി അദ്ദേഹത്തിൻ്റെ കടയുടെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ഷോപ്പ് ആശിഷ് തുടങ്ങി. ഫ്ലോപ്പി ഡിസ്ക്, കമ്പ്യൂട്ടർ, പെരിഫറൻസ് മുതലായവയാണ് ആദ്യം കച്ചവടം നടത്തിയത്. ദുബായിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ന്യായമായ വിലയ്ക്ക് വിൽക്കും. ഓരോ മാസം കഴിയുമ്പോഴും കച്ചവടം മെച്ചമായിക്കൊണ്ടിരുന്നു. അപ്പോൾ സ്ഥിരമായി ദുബായിൽ പോകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി അവിടെ ഒരു ബിസിനസ് ഓഫീസ് തുറന്നു. എത്ര ലാഭം കിട്ടും എന്ന് പറഞ്ഞാലും ഒരിക്കൽ പോലും അന്യായമായ വില വാങ്ങാനോ ഗുണനിലവാരം കുറഞ്ഞ സാധന സാമഗ്രികൾ വിൽക്കാനോ ആശിഷ് തയ്യാറായിരുന്നില്ല. ഏത് കച്ചവടത്തിലും ഒരു ധാർമ്മിക നീതിയുണ്ടെന്ന് അന്നേ ആശിഷ് വിശ്വസിച്ചിരുന്നു. ഇന്നിപ്പോൾ ആഫ്രിക്കയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബിസിനസ്സുകാരനാണ് ഇദ്ദേഹം. കേവലം 12 വയസ്സുള്ളപ്പോൾ മുതൽ മുന്നിൽ കണ്ട മരണത്തിൻ്റെയും ക്രൂരതയുടെയും ഭീകര മുഖങ്ങളാണ് ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു ജീവിത വീക്ഷണം
ആ ചെറുപ്പക്കാരനിൽ ഉണ്ടാക്കാൻ കാരണം. തുടക്കത്തിൽ കടം വാങ്ങിയാണ് ആശിഷ് ബിസിനസ് ആരംഭിക്കുന്നത്. എങ്കിലും പിന്നീട് കടം എന്ന പദം തൻ്റെ ചിന്തയിൽ നിന്ന് എടുത്തു കളഞ്ഞു എന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. മൂലധനമായും സ്ഥാപനത്തിൻ്റെ വികസനത്തിനും മറ്റുമായി വാങ്ങുന്ന വായ്പ അടച്ചു തീർക്കാനും കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയും. അതിന് ചില മാർഗങ്ങൾ ആശിഷ് നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമതായി, കടമെടുക്കേണ്ടി വരുമ്പോൾ പലിശ ഏറ്റവും കുറവുള്ള സ്രോതസ്സുകളിൽ നിന്നും മാത്രം കടമെടുക്കാൻ ശ്രദ്ധിക്കുക. 2, അനാവശ്യമായ ചെലവുകൾ നിർബന്ധപൂർവ്വം ഒഴിവാക്കുക. കസ്റ്റമേഴ്സിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുള്ള തുക പിരിച്ചെടുക്കാൻ ഊർജിതമായി പരിശ്രമിക്കുക. 3, സ്ഥാപനത്തിൻ്റെ ബജറ്റിംഗ് പ്രക്രിയ കൂടെ പരിശോധിച്ച് ആവശ്യമായ മെച്ചപ്പെടുത്തലുകൾ വരുത്തുക. ഏതൊക്കെ കടങ്ങൾ ആദ്യം അടച്ചു തീർക്കണമെന്ന കാര്യത്തിൽ വ്യക്തമായ മുൻഗണനാക്രമം നിശ്ചയിക്കുക. 4, പലതരം കടബാധ്യതകൾ ഒന്നിച്ചാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. 5, വരുമാനം പരമാവധി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. തികച്ചും ലളിതമെങ്കിലും ശ്രദ്ധേയമായ മാർഗങ്ങൾ തന്നെയാണ് ഇവ. ആരോഗ്യമുള്ള ശരീരവും അറിവ് നിറഞ്ഞ മനസ്സുമുള്ള ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് ഉദാത്തമായിരിക്കും. ഇവിടെ ആശിഷിൻ്റെ ദർശനം തന്നെ ജീവിതത്തെക്കുറിച്ചുള്ള പോസിറ്റീവായ ഉൾക്കാഴ്ചയാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉന്നതമായ വിജയത്തിൻ്റെ രഹസ്യവും.